ശോഭാ സുരേന്ദ്രന്റെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് രാത്രി 11:30-ഓടെ പടക്കം പറഞ്ഞ് സ്ഫോടനമുണ്ടായത്. ഉഗ്രശബ്ദത്തോടെയാണ് സ്ഫോടനം നടന്നത്. ശോഭയുടെ വീടെന്ന് തെറ്റിദ്ധരിച്ചാകാം അയൽവാസിയുടെ വീടിന് നേരെ സ്ഫോടനം നടന്നതെന്നാണ് സംശയം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. സ്ഫോടനം ആസൂത്രിതമെന്നും പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന സംഭവം കണ്ടെത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഒരു 10:43 ആണ് നമ്മൾ ആ സമയത്ത്. ഞാനകത്തായിരുന്നു, അടുക്കളയിലായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലും TV വെച്ചിട്ടുണ്ട്. TV-യിൽ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ന്യൂസും അടുക്കള വാതിലും നമ്മുടെ ഉമ്മറത്തെ വാതിലും എല്ലാം കഴിഞ്ഞ് റോഡിൽ അതിശക്തമായിട്ടുള്ളൊരു സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത്. അത് ഞാൻ മാത്രമല്ല, ഓപ്പോസിറ്റ് വീട്ടിലെ എല്ലാ ആളുകളും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ശക്തിയായിട്ട് ഇത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഏത് വാഹനത്തിലാണ് ഇവർ വന്നത് എന്നുള്ളത് നമുക്കാർക്കും കാണാനായിട്ട് പറ്റിയില്ല. പക്ഷേ പല ബൈക്കുകളും അതുപോലെ തന്നെ കാറുമൊക്കെ ഈ റോഡിൽ, ഇത് തിരക്കുള്ള അയ്യന്തോൾ കളക്ടറേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ്. അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. അപ്പം ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം, പോലീസ് അധികാരികൾ എന്നുള്ളതാണ് നമ്മുടെ മിനിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ പോലീസ് ഉണ്ടല്ലോ, പോലീസ് അധികാരികളുണ്ടല്ലോ. അപ്പോൾ അവരുടെ മൂക്കിന് കീഴെ ഇത്രയും തിരക്കുള്ള, അതായത് ഒരു ഗ്രാമത്തിനകത്ത് പോയിട്ട് ഒരു സ്ഫോടനം നടത്തിയ ആളുകൾ ഓടിപ്പോയിരിക്കുകയല്ല. ഇത്രയും തിരക്കുള്ള ഒരു പട്ടണത്തിൽ ഇത് എന്താണ് എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് അവർ പറയട്ടെ. സംഭവം അതീവ ഗൗരവമായി പാർട്ടി കാണുന്നുവെന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഗൗരവമായുള്ള സമീപനം ഉണ്ടാകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. എന്തായാലും പാർട്ടി വളരെ ഗൗരവമായി കാണുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ നിജസ്ഥിതി വെളിവാക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ശക്തമായിട്ടുള്ള പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കേരള പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശക്തിയായിട്ടുള്ള ലീഡറാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചിയുടെ വീടിൻ്റെ സമീപം നടന്നിട്ടുള്ള ഈ ഉഗ്രസ്ഫോടനം അത് ശോഭ ചേച്ചിയെ ലക്ഷ്യം വെച്ചിട്ട് നടന്നു തന്നെയാണെന്ന് ഞങ്ങൾ പ്ലാൻഡ് ആണെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള സമീപനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും ഫോറൻസിക് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പരിശോധനയിൽ സ്ഫോടനം നടന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായും പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.